ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ പുതിയ റൂമിൻ്റെ ഒരു ഹോം ടൂറാണ് കേട്ടോ. ഹോം ടൂർ എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ വീഡിയോ എടുക്കാനൊന്നും അറിയില്ല, എന്നാലും എല്ലാവരും ഇങ്ങനെ വീഡിയോ ഇടുന്നതാണ് ഒരാഗ്രഹം കേട്ടോ. അപ്പം അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. എൻ്റെ ഡോർ ഓപ്പൺ ആക്കിയ പാട് ആദ്യം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഇവിടെ ഞാൻ ഷൂ എല്ലാം വെക്കുന്ന ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു കുട്ടികളെ ടോയ്സ് എല്ലാം വെക്കുന്നതിൻ്റെ കുറച്ചൊരു ഷെൽഫില്ല, ചെറിയൊരു ഷെൽഫാണ് കേട്ടോ. അപ്പോൾ അതും അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ കിച്ചണിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ അയൺ ബോക്സ് എല്ലാം അവിടെ വന്നിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ കിച്ചണ്. അപ്പം കിച്ചണ് നല്ല അത്യാവശ്യ സൗകര്യമുള്ള കിച്ചൺ തന്നെയാണ് കേട്ടോ. അൽഹംദുലില്ലാ. ഞാൻ ആദ്യം കിച്ചണ് നല്ല സൗകര്യം ഉണ്ടോ എന്ന് തന്നെ നോക്കിയിട്ട് തന്നെയായിരുന്നു കേട്ടോ നടന്നിട്ടുള്ളത്. പിന്നെ ഇതുണ്ടോ എനിക്കിങ്ങനെ വൈറ്റ് ആയിട്ട് വരുന്ന ഷെൽഫെല്ലാം കണ്ടോ, എനിക്ക് എല്ലാം മൊത്തം വൈറ്റ് കളറിനോടാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ ഇരുട്ട് പിടിച്ചിരിക്കുന്ന ഒരു പെയിൻ്റൊന്നും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഒരു ഇവിടെ അധികം മഞ്ഞ കളറില്ല ആ ഒരു പെയിൻ്റാണ് ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മൂഡ് ഔട്ടാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇരുട്ട് പിടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ മൊത്തം വെള്ളമായിട്ട് വരുന്നതാണ്. ഞാൻ സാധാരണ റൂമിലെല്ലാം മഞ്ഞ പെയിൻ്റ് ആണെങ്കിൽ ഞാൻ വെള്ള പെയിൻ്റ് അടുപ്പിക്കലാന്ന് കേട്ടോ. എനിക്ക് അത്ര ഒരു ഇതാണ്. അപ്പം പിന്നെ അതുകൊണ്ട് ഞാൻ ആദ്യം നോക്കിയത് കിച്ചണ്, പിന്നെ വെള്ള പെയിൻറ്റ്, നല്ല ഒരു പുതിയ റൂം നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെളിച്ചമൊക്കെ ഉള്ള ഒരു റൂം ആണ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായത്. അധികം വലിയ റൂമൊന്നും വേണമെന്നൊന്നുമില്ല, പക്ഷെ നല്ല വൃത്തിയും നീറ്റും ഉള്ള റൂമായിരിക്കണം. പിന്നെ ഇതുണ്ടോ, ഇത് ഞാൻ ഈ ഉള്ളിൻ്റെ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വെള്ളത്തിൻ്റെ ഇതും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം സ്പേസിൽ കിച്ചൺ തന്നെയാണ് കേട്ടോ അത്. പിന്നെ ഒരു സൈഡിൽ ഫ്രിഡ്ജും വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നേരെ പോകുന്നത് ഹാളിലേക്കാണ് കേട്ടോ. അപ്പം ഹാള് തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് കേട്ടോ. അപ്പം ആ ബാത്റൂം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് നല്ല സ്പേസിലൊരു ബാത്റൂം തന്നെയാണ് കേട്ടോ. നല്ല എനിക്ക് ഇങ്ങനെ ബാത്ത് ടബ് വേണ്ടാന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുപോലെ തന്നെ ബാത്ത് ടബ് ഇല്ലാത്തതുണ്ടോ, നല്ല സ്പേസിലെ ബാത്റൂം എന്നൊക്കെ കിട്ടീന്. പിന്നെ നല്ലൊരു വൃത്തി വേണമെന്നുണ്ടായിരുന്നു ബാത്റൂം. അപ്പോൾ അതും അൽഹംദുലില്ലാ നല്ല വൃത്തിക്ക് തന്നെ ആയിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ ഹാള് വരുന്നത്. പിന്നെ ഇവിടെ മേശ, സോഫ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോഫയെല്ലാം കണ്ടോ, സോഫയെല്ലാം ഞാൻ ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ലോണം സോഫയെല്ലാം ഉണ്ട്. കാരണം നമുക്ക് എല്ലാവരും ഒത്തുകൂടുമ്പോൾ നല്ലതല്ലേ ഇങ്ങനെ സോഫ എല്ലാവരും ഇങ്ങനെ ഇരിക്കാനും സംസാരിക്കാനെല്ലാം ഒരു പ്രത്യേക ഒരു രസമല്ലേ. അപ്പം ഇവിടെ ഞാൻ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫ്രെയിമെല്ലാം പിന്നെ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വാങ്ങണം ഇൻഷാ അല്ലാ. പിന്നെ എനിക്ക് അധികം അങ്ങനെ റൂം ഉറച്ചു വെക്കുന്നതിനോട് വലിയ ഇഷ്ടമല്ല കേട്ടോ. സിമ്പിളായിട്ടില്ല എന്നിട്ടെങ്കിൽ ഇഷ്ടം. അപ്പം അതിനനുസരിച്ചിട്ട് തന്നെയാണ് സെറ്റാക്കുന്നതും. പിന്നെ റൂം അത്യാവശ്യം അങ്ങനെ വലിയ റൂമൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും നമ്മൾക്ക് അത്യാവശ്യം സൗകര്യമായിട്ടുള്ള റൂമാണ് കേട്ടോ. പിന്നെ ഇത് 1 BHK ആണ് കേട്ടോ. പിന്നെ ആദ്യം ഉണ്ടായത് 2 BHK ആയിരുന്നു. പക്ഷേ ഇത് 1 BHK ആണെങ്കിലും ഇതുണ്ടോ ഇവിടെ ഒരു ഷെൽഫ് വരുന്നുണ്ട് കേട്ടോ മക്കൾക്ക് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് എൻ്റെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമും അങ്ങനെ വലിയ ബെഡ്റൂമൊന്നുമല്ല, എന്നാലും അത്യാവശ്യം സ്പേസിലെ ബെഡ്റൂമാണ്. അപ്പം ബെഡ്റൂമിൽ നിന്ന് ഇതാണ് കേട്ടോ പുറത്തേക്കുള്ള വ്യൂ. ഞാൻ ആദ്യം റൂം നോക്കുമ്പോൾ പുറത്തുള്ള വ്യൂ കിട്ടുമെന്ന് എന്നിട്ട് നോക്കൽ. എനിക്ക് ആ ഒരു ഇടുക്കമില്ലത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പുറത്ത് അങ്ങനെ എന്തെങ്കിലും വ്യൂ കാണണം. എൻ്റെ ആദ്യത്തെ റൂമിന് നല്ല വ്യൂ ആയിരുന്നു, പുറത്ത് റോഡും ഇതിപ്പോൾ അങ്ങനെ കാണുന്നൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബാത്റൂം വരുന്നത്. അപ്പം ഈ ബാത്റൂം നല്ല സൗകര്യമുള്ള ബാത്റൂമാണ്, നല്ല വൃത്തിയുള്ള ബാത്റൂമാണ്. എനിക്ക് നല്ല ബാത്റൂമാണെന്ന് നല്ലോണം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇത് റൂം കണ്ടപാടന്നെ ഇഷ്ടപ്പെട്ടിന് കേട്ടോ. നല്ല അത്യാവശ്യ സൗകര്യവും നല്ല ബാത്റൂമും നല്ല ക്ലീനിങ്ങും എല്ലാം ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു ഷെൽഫ് വരുന്നുണ്ട്. ഇവിടെ മക്കളെ ഡ്രസ്സെല്ലാം ഇവിടെയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. ഇവിടെ നല്ല സൗകര്യമുണ്ട്. മേലെ ബാക്കിയുള്ള സ്റ്റോറേജ് ആയാലും എല്ലാം ഇവിടെ തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റീന് കേട്ടോ. പിന്നെ എനിക്ക് ഈ വീഡിയോ ഞാൻ സാധാ രാവിലെ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നില്ല, അപ്പോൾ അതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച്
ഒന്ന് ഒരു ഹോം ടൂറിൻ്റെ വീഡിയോ എടുക്കാമെന്ന് കേട്ടോ. അല്ലാണ്ട് അതിനായിട്ട് പ്ലാനിങ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ വീഡിയോ എടുക്കുമ്പോഴൊന്നും. പിന്നെ മക്കൾ സ്കൂളിൽ പോയ ആ ഒരു ടൈമിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പം പിന്നെ മക്കളുണ്ടാവും, പിന്നെ ഇത് വീഡിയോ എടുക്കാനും പറ്റില്ല. അപ്പം അങ്ങനെ എടുത്ത വീഡിയോ ആണ്. പിന്നെ ഇനിയിപ്പോൾ ഇത് ബാൽക്കണിയാണ് കേട്ടോ. അപ്പം ബാൽക്കണി നല്ല അത്യാവശ്യം സൗകര്യമുള്ള ബാൽക്കണി തന്നെയാണ്. അത്യാവശ്യം സ്പേസസ് എല്ലാം ഉണ്ട്. പിന്നെ ഇനിയിപ്പം ഇതിൻ്റെ കൂടെ എനിക്ക് ചെടി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഒന്ന് വാങ്ങി വെക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ വാങ്ങണം ഇൻഷാ അല്ലാഹ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ മോളുടെ സ്കൂട്ടർ, സൈക്കിള് അങ്ങനത്തെ ഉള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ പുറത്ത് ഇതുണ്ടോ ബിൽഡിങ് കുറച്ച് അധികം അടുത്തുമല്ല, കുറച്ച് നല്ല വിട്ടിട്ടുള്ള ബിൽഡിങ്ങാണ് കേട്ടോ. അപ്പം ഞാൻ അതാണ് മെയിൻ നോക്കല. എനിക്ക് ആ ഒരു ഇരുട്ട് പിടിച്ചിട്ടുള്ളത് ഇഷ്ടമല്ല. പിന്നെ ഒറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലവും ഇഷ്ടമല്ല. അപ്പം ഇതാകുമ്പം അത്യാവശ്യം ആൾക്കാരെല്ലാം കാണാനും പറ്റും. ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബോറടിയല്ലേ. അപ്പം ഒറ്റക്ക് ഇരിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ആൾക്കാരെല്ലാം ഇടയ്ക്കിടെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. അപ്പം ഹോം ടൂറ് എങ്ങനെയാണെന്ന് ശരിയായെന്നൊന്നും പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.